റിപ്പോ നിരക്ക് വീണ്ടും 0.5% കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 6% പുതിയ നിരക്ക്. ഭവന വാഹന വായ്പകൾക്ക് പലിശ നിരക്ക് കുറയും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, ഇത് തുടർച്ചയായി 2ാം തവണയാണല്ലോ ഈ കുറയ്ക്കൽ. ശ്രീനാഥ്, തീർച്ചയായും ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ധനനയ സമിതി യോഗത്തിലും പലിശ നിരക്ക് കുറയ്ക്കാൻ തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് തീരുമാനിക്കുന്നത്. ധനനയ സമിതി യോഗം ഐക്യകണ്ഠേനയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറയുകയുണ്ടായി. ഇതിപ്പോൾ തുടർച്ചയായി 2ാം തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. 0.5% ഇത്തവണ കുറച്ചതോടെ ഇപ്പോൾ 6% റിപ്പോ നിരക്ക് മാറുന്നു. വിലക്കയറ്റം അത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏതാണ്ടൊരു മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 3.6% ആയി വിലക്കയറ്റം നിൽക്കുന്നു. അത് 4% താഴെ നിൽക്കുന്നത് RBI സംബന്ധിച്ചിടത്തോളം അത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല നില തന്നെയാണ്. അതുകൊണ്ടാണ് ആ തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ താരിഫുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, പകരച്ചുങ്ക തീരുമാനം, അത് അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ ഇക്കണോമിക്കൽ അതായത് അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗ്രോത്തിന്, ഒരു വളർച്ചയെ അത് കാര്യമായി ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ട് പല സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് RBI ഗവർണർ പറയുന്നു. രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റം അത് വലിയ തോതിൽ കുറഞ്ഞു നിൽക്കുന്നതൊക്കെ തന്നെ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ മുന്നോട്ടുള്ള പോക്കിൽ വിലക്കയറ്റത്തിനെ പിടിച്ചു നിർത്തേണ്ടതുമുണ്ട്. അതിനുള്ള കരുതൽ RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോഷ്യസ് ആയ ഒരു ജാഗ്രതയോടെയുള്ള ഒരു നീക്കമാണ് RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നും സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ പറയുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ 2020 ശേഷം പിന്നീട് തുടർച്ചയായി ഈ പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം RBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഏതായാലും ഈ വർഷം ഇപ്പോൾ 2ാം തവണയും പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് വീതം വെച്ച് ഇപ്പോൾ കുറയ്ക്കുന്നു. അതങ്ങനെ 6% എത്തുന്നു. രാജ്യത്ത് ഈ വിപണിയിലേക്ക് കൂടുതൽ പണം എത്താനുള്ള ഒരു സാഹചര്യമാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ ഉണ്ടാവുക. ഉന്മേഷം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.